ഹലോ, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫോറസ്റ്റേഷൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ എഫക്ട്സ്, അത് വരാനുള്ള കാരണം, അത് വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഇനി ചെറിയ 1-2 പാർട്ട് കൂടിയുണ്ട്. കേസ് സ്റ്റഡീസ് ഓഫ് എഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. അതായത് ഡിഫോറസ്റ്റേഷൻ്റെ 1-2 കേസ്. ഇത് പല എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു 1-2 കേസ് സ്റ്റഡി വെച്ചിട്ട് ഡിഫോറസ്റ്റേഷൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 2-3 കേസ് സ്റ്റഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ഡിഫോറസ്റ്റേഷൻ ഒരു തീമാക്കിയിട്ട് എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിൽ ഉണ്ടായ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ മുന്നേറ്റങ്ങൾ, അതാണ് കേസ് സ്റ്റഡീസ് ഓഫ് എഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒറീസ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒറീസ നോർത്ത് ഈസ്റ്റ് ട്രൈബൽ ഏരിയാസിൽ വനമേഖല, ഹെക്ടർ കണക്കിന് വനമേഖല അവിടെ ഈ ട്രൈബൽസ് പറഞ്ഞാൽ ആദിവാസി വിഭാഗം കൃഷി മേഖലക്കായി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഹെക്ടർ കണക്കിന് വനമേഖല വെട്ടി നിരത്തി അവരവിടെ വിത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ഇറക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയ വനഭൂമി നഷ്ടപ്പെട്ടു. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒറീസ. ദ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് ഒറീസ ഹാഡ് ലൈഡ് ലാർജ് ഫോറസ്റ്റ് ട്രാക്ട്സ് ബെയർ. ഒരുപാട് ഹെക്ടർ കണക്കിന് വനപ്രദേശമാണ് നിരപ്പാക്കി കളഞ്ഞത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ആൻഷ്യൻ സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ ഡേറ്റിംഗ് ബാക്ക് ടു ദ ലോവർ ന്യൂലിത്തിക് പീരീഡ്. അതായത് പുരാതന കാലത്തുള്ള ഒരു രീതിയാണ് ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നുള്ളത്. അതായത് പുരാതന സാംസ്കാരിക ഓരോ സംസ്കാരങ്ങൾ അവർ എവിടെയാണോ താമസിക്കുന്നത്, കാട്ടിലാണെങ്കിൽ വനമേഖലയിലാണെങ്കിൽ അവിടെ, ഇനി അതല്ല കടലോര മേഖലയാണെങ്കിൽ അവിടെ, അപ്പോൾ അവിടെ കൃഷി, അവരുടെ ചുറ്റുപാടിൽ കൃഷി ഇറക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് പുരാതന സാംസ്കാരിക കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിലും വന്നത്. എങ്ങനെ അവർ വനമേഖല, ഹെക്ടർ കണക്കിന് വനമേഖല വെട്ടി നിരത്തിയിട്ട് അവിടെ കൃഷി ഇറക്കി. അവിടെ അവർ താമസിക്കുന്ന ഒരു ചുറ്റുപാടിൽ കൃഷി ഇറക്കി. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് പ്രാക്ടീസ്ഡ് ഇൻ സം ഫോം ഓർ അതർ ഇൻ ആൾമോസ്റ്റ് ആൾ ദ ട്രൈബൽ ഏരിയാസ് ഓഫ് ഒറീസ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ വിച്ച് ഈസ് എ പ്രാക്ടീസ് ഓഫ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ആർ പ്രോസസ് to clear more than 5 lakhs hectares of land annually. ഓരോ വർഷവും കൃഷിക്ക് വേണ്ടിയിട്ട് വനമേഖല സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വനമേഖല വെട്ടി നിരപ്പാക്കുക. ഇൻ ഇന്ത്യ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് പ്രിവെൻറ്റഡ് ഇൻ നോർത്ത് ഈസ്റ്റ് ആൻഡ് ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഇൻ MP, മധ്യപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത് ഒരു പരിധിയിൽ കൂടി വന്ന സമയത്ത് പല സംസ്ഥാനങ്ങളും ഇതിനൊരു നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. മധ്യപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഒരു ലിമിറ്റ് വെച്ചു. അതുപോലെ ചില സംസ്ഥാനങ്ങൾ, അപ്പോൾ അത് അവരുടെ വനസമ്പത്തിനനുസരിച്ച് ഉള്ള തീരുമാനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നത്. വനസമ്പത്ത് കുറഞ്ഞ മേഖല, അതിൽ കുറഞ്ഞ സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് നിരോധിക്കുകയും, താരതമ്യേന വനസമ്പത്തുള്ള മേഖലയാണെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി, അതായത് ആവശ്യമായിട്ടുള്ള ഏരിയ വിട്ടുകൊടുത്ത് അതിനൊരു ലിമിറ്റ് കാണുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേസ് സ്റ്റഡി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇന്ത്യയിൽ ഇപ്പോൾ നടന്നൊരു സംഭവം തന്നെ. നെക്സ്റ്റ് വൺ, ചിപ്കോ മൂവ്മെൻറ്റ്. ഇത് നമ്മൾ പത്രത്തിലൂടെ ഒരു റയറായിട്ടുള്ളൊരു മുന്നേറ്റമാണ് അല്ലേ, ഒരു കേസായിട്ട് നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും. ചിപ്കോ മൂവ്മെൻറ്റ് ഓർ ചിപ്കോ ആന്തോളൻ വാസ് എ ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അത് ഫോറസ്റ്റ് കൺസർവേഷൻ, വനമേഖല സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇറ്റ് ബിഗൻ ഇൻ 1970s ഇൻ ഉത്തരാഖണ്ഡ്, ദെൻ എ പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്, and went on to become a
റാലിയിങ് പോയിന്റ് ഫോർ മെനി ഫീച്ചർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റ് ൻ്റെ ശേഷം ലോകത്ത് തന്നെ പല ഭാഗത്തും ഈ ഒരു രീതിയിൽ വനമേഖല സംരക്ഷിക്കുന്നതിനായിട്ട്, അത് വനമേഖല സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെയും മറ്റുള്ള മുന്നേറ്റങ്ങളിൽ നിന്ന് വനമേഖലയെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്താങ്ങിക്കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ സൈലൻറ്റ് വാലി പ്രൊജക്റ്റ്. സൈലൻറ്റ് വാലി പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സോഷ്യൽ മൂവ്മെൻറ്റാണ്. സൈലൻറ്റ് വാലി വാസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് എയിംഡ് അറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സൈലൻറ്റ് വാലി, ആൻ എവർഗ്രീൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഇൻ ദ പാലക്കാട് ഡിസ്ട്രിക്ട്, കേരള, ഇന്ത്യ. അതായത് നമ്മൾ തൊട്ടടുത്ത പാലക്കാടുള്ള ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, നിബിഡ വനമാണ് എന്ത് സൈലൻറ്റ് വാലി എന്നുള്ളത്. അപ്പോൾ ആ ഒരു സൈലൻറ്റ് വാലി വനമേഖലയെ സംരക്ഷിക്കുന്നതിന് NGO ഇത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊണ്ടുവന്ന ഒരു മൂവ്മെൻറ്റാണ് സേവ് സൈലൻറ്റ് വാലി എന്നുള്ള പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസ് സ്റ്റഡീസ് സാധാരണ ചില സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഏത് കേസിൽ, ഏതൊരു എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്ററിലാണെങ്കിലും ഏത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിലാണെങ്കിലും ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി ചോദിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ എക്സാമിന് എഴുതിക്കൊള്ളണമെന്നില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഏത് കേസ് സ്റ്റഡി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്തതാണ് മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഖനനം. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവ സമ്പത്ത്, ഭൂമിക്കടിയിലുള്ള വിഭവ സമ്പത്ത്, ധാതു ലവണങ്ങൾ എന്ത് ചെയ്യുക, അത് ഖനനം ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു മൈനിങ്ങിലൂടെ ഒരുപാട് നാച്ചുറൽ എഫക്റ്റ്, എൻവയോൺമെൻറ്റൽ എഫക്റ്റ്, കോസസ് ഒരുപാടുണ്ട്. കാരണം ഒരു 4 ഹെക്ടറോ 5 ഹെക്ടറോ എല്ലാം മൈൻ ചെയ്തെടുക്കണം അല്ലേ. ഒരുപാട് ഹെക്ടർ കണക്കിന് ലാൻഡാണ് തരിശാക്കി ഇട്ടിട്ട് അവിടെയാണ് മൈനിങ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു കേരളത്തിൽ മൈനിങ് എന്നുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ധാതു ലവണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിനുള്ളൊക്കെ നിയമങ്ങളും മറ്റുമൊക്കെ ശക്തമായിട്ട് വന്നതോടെ മൈനിങ്ങിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ. നമ്മളവിടെ എന്നാലും എന്തുണ്ട്, മൈനിങ്ങിൻ്റെ ചെറിയൊരു പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റിയതാണ് ക്രഷർ, കോറികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇത് ഉത്തരേന്ത്യയിൽ പോയാൽ, അല്ലെങ്കിൽ അതായത് നോർത്തേക്ക് കയറുമ്പോൾ അങ്ങനെയുള്ള ഗുജറാത്ത്, അതേപോലെ ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് മൈനിങ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ മൈനിങ് ഈസ് ദ സെലക്റ്റീവ് റിക്കവറി ഓഫ് മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ഫ്രം ദ crust of the earth. It involves the physical removal of material from the earth crust, frequently in huge amount, for the recovery of small amounts of desired products. Okay. Effects of mining. Environmental impacts ഉണ്ട്, social impacts ഉണ്ട്. Environmental impacts എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്. നമ്മൾ ആ ഭൂമി തന്നെ എന്ത് ചെയ്യും, അത് ആകെ ഇല്ലാതായിപ്പോൾ അതും പതിച്ചു പോകും. അതാണ് ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ. അത് കുറഞ്ഞ സ്ഥലമല്ല, ഒരു ഏകദേശം ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് മൈനിങ്ങിനായിട്ട് ഉപയോഗിച്ച് ആ ഒരു ഭൂമി പിന്നെ അത് ഒന്നിനും പറ്റാത്ത രീതിയിൽ ആയിട്ട് പോകും. പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. പൊല്യൂഷൻ അതെന്തായാലും ഒരു മെയിൻ ഘടകമാണ്. കാരണം ഈ ഒരു കോൾ മൈനിങ്ങിലൊക്കെ, കോൾ പറഞ്ഞാൽ നമ്മൾ കൽക്കരി ഖനനം മേഖലയിൽ കൽക്കരി എന്നുള്ളതൊക്കെ എയർ പൊല്യൂഷനും അതേപോലെ വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വാട്ടർ റിസോഴ്സുകൾ പല നദികളുടെ ഉത്ഭവ പ്രദേശങ്ങൾ, അങ്ങനെ നദികൾ തന്നെ ഇല്ലാതാക്കാൻ ഈ ഒരു മൈനിങ് കാരണമാകും. ഗ്രോത്ത് ഓഫ് വെജിറ്റബിൾ മേ ഗെറ്റ് എഫക്റ്റഡ്, എയർ പൊല്യൂഷൻ, ഡിഫോറസ്റ്റേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് വരുന്നത്. സോഷ്യൽ ഇമ്പാക്ട്സ്. റീഹാബിറ്റേഷൻ ഓഫ് എഫക്റ്റഡ് പോപ്പുലേഷൻ ഇൻക്ലൂഡിങ് ട്രൈബൽസ്. അതായത് ഇപ്പോൾ അതൊരു മൈനിങ് എന്നുള്ള ഒരു വനമേഖലയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാമ മേഖലയെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള ആളുകളെ, ട്രൈബൽസിനെ, അതായത് അവിടുത്തെ സിവിലിയൻസിനെ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തെ അവിടുന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അതെന്താണ്, ഒരു സോഷ്യൽ ഇമ്പാക്റ്റാണ്. അവരെ പിന്നെ അവിടുന്ന് മാറ്റും ചെയ്യും. അവർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ ഒരു ജീവിത രീതിയിൽ നിന്ന് തന്നെ അവരെ മാറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. പ്രോബ്ലംസ് ഇൻ വാട്ടർ സപ്ലൈ, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. പോയിൻ്റ് ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ളൂ.
മൈനിങ് കൊണ്ട് ഒരുപാട് ഡിഫക്റ്റ്, അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമ്പാക്ട്സ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന് അവൻ്റെ ഹെൽത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കും. കോൾ ഡസ്റ്റ് മേ എഫക്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം പറഞ്ഞു. കൽക്കരി, കോൾ ഡസ്റ്റ് നമ്മൾ കൽക്കരിയിൽ പൊടി, അത് കൽക്കരി എന്നുള്ളത് ഒരു ബ്ലാക്ക് ഒരു കല്ലാണ്, ഒരു കല്ല് പോലെ ഒരു സ്റ്റോൺ പോലെയുള്ള സാധനം. അത് ഒരുപാടൊക്കെ സമയം കത്തും, അത് അതിൻ്റെ പ്രത്യേകത. അടിയിൽ നിന്ന്, ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഒരു ധാതു ലവണ കുഴിച്ചെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് റെസ്പിറേറ്റർ നമ്മളെ ശ്വസനത്തെ എന്ത് ചെയ്യും, ബാധിക്കും. ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ, പല ധാതുക്കളിൽ നിന്ന് ഒരുപാട് രോഗങ്ങളും അതിൻ്റെ കുറച്ചാണ് താഴെ പറയുന്നത്. സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്, പിന്നെ ക്രോമിയം, എക്സസ് ക്രോമിയം ഈസ് റിലേറ്റഡ് ടു ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളും മറ്റും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഡാംസ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ഫോറസ്റ്റ്, അതായത് ഡാമുകൾ. ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് അറിയുന്ന, നമ്മൾ ചുറ്റുപാട് നമ്മൾ അറിയുന്ന, കേരളത്തിൽ നിന്ന് പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഡാംസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ്. എ ഡാം ഈസ് എ വെൽ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു ബ്ലോക്ക് വാട്ടർ ആൻഡ് ടു റൈസ് വാട്ടർ ലെവൽ. ഡാം എങ്ങനെയാണ് കൺസ്ട്രക്റ്റ്, അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഡാം എന്നുള്ളത് അതൊരു റിവറിനെ, ഒരു ചെറിയൊരു റിവറിനെ എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ചെയ്തിട്ട് ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടുക്കി ഡാമൊക്കെ നമുക്കറിയാം, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ളത് അതിൻ്റെ 2 തടയാണ്. ഒന്ന് ചെറുതോണി, അല്ലേ, ചെറുതോണിയും ഇടുക്കി ഡാമും. അത് 2 മലൻ്റെ ഇടയിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ അത്രയും വെള്ളം നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളം സ്റ്റോറേജ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എ ഡാം ക്യാൻ ഡിസ്ട്രോയ് മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ ആ ഒരു മേഖലയിലുള്ള ഫോറസ്റ്റ് എന്ത് ചെയ്യും, അതൊക്കെ വെള്ളം ആ ഒരു സ്റ്റോറേജിൻ്റെ ഉള്ളിലാണ് ആ ഫോറസ്റ്റ് വരുന്നതെങ്കിൽ ആ ഫോറസ്റ്റൊക്കെ വെള്ളത്തിനടിയിലാവും. എ ഡാം ക്യാൻ കോസ് ഡിഫോറസ്റ്റേഷൻ ബിക്കോസ് ദ ഫാമേഴ്സ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഡാം വിൽ ക്ലിയർ മോർ ഫോറസ്റ്റ് ഏരിയ ടു ഗ്രോ ദെയർ ക്രോപ്സ്. അതായത് ഡാം വെള്ളം ഉയരുന്നത് കൊണ്ടപ്പോൾ പല ട്രൈബൽസ് അല്ലെങ്കിൽ സിവിലിയൻസ് എന്ത് ചെയ്യും, അവിടുന്ന് മാറി വേറെ മേഖലയിൽ പോകും. അവരെന്ത് ചെയ്യും, പുതിയ ഒരു വനമേഖല അവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ അവിടെയുള്ള വനമേഖല എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഇറ്റ് ക്യാൻ കോസ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഇറ്റ് വിൽ എഫക്റ്റ് ലൈവ്സ് ഓഫ് ലോക്കൽ പീപ്പിൾ ബോത്ത് ഇൻ ഡാം സൈറ്റ് ആൻഡ് ദ എൻറ്റയർ റിവർ ബേസിൻ. അതായത് ഡാം സൈറ്റിലുള്ള ലോക്കൽ പീപ്പിൾസിനും ആ ഒരു പുഴ തടഞ്ഞു നിർത്തി ആ പുഴയുടെ ബാക്കി ഉള്ള ഏരിയയിലുള്ള ബാങ്ക്സ്, അതായത് അതിൻ്റെ തീരത്തുള്ള ആളുകൾക്കും എന്തുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. ദ ബെസ്റ്റ് അഗ്രികൾച്ചറൽ സോയിൽ മേ ഗെറ്റ് ഫ്ലഡഡ് ബൈ ദ റിസർവോയർ. ആ ഒരു ഈ ഒരു പുഴയിലൂടെ വരുന്ന ധാതു മിശ്രണം, അപ്പം മണൽ എന്ന് പറയും, അല്ലെങ്കിൽ മറ്റു സോയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു റിസർവോയറിൽ അടിഞ്ഞുകൂടും. അത് ഉപയോഗപ്രദമായ രീതിയിൽ കിട്ടില്ല. ദ ബെസ്റ്റ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ബിഗിൻസ് ടു ഡിസപ്പിയർ. അതായത് നമ്മൾ സസ്യസമ്പത്ത് നാശം സംഭവിച്ചു വരും, നമുക്ക് നഷ്ടപ്പെടും. സെക്കൻഡ് വൺ, വാട്ടർ റിസോഴ്സസ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു. ഫോറസ്റ്റ് റിസോഴ്സ്, വാട്ടർ റിസോഴ്സ്, മിനറൽ, ഫുഡ്. അപ്പോൾ അതിൽ നമ്മൾ ഫോറസ്റ്റ് റിസോഴ്സസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി വാട്ടർ റിസോഴ്സസ്. സെക്കൻഡ് വൺ, വാട്ടർ റിസോഴ്സസ്. വാട്ടർ ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. It is the only naturally occurring fluid on earth and is called universal solvent. It is also known as blue gold. 71% of Earth's surface is covered with water. About 97% of water on Earth is present in oceans and in land seas, which can be used human uses. The remaining 3% is fresh water. Of that, 2.997% is in ice caps or glaciers. Only 0.003% is available to use as rivers, streams, lakes, groundwater and soil moisture. നമ്മൾ വെള്ളത്തിൻ്റെ ഒരു മൊത്തം ലോകത്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്,
അതിൽ എത്ര പെർസെൻറ്റേജ് ഐസ് ബ്രേക്സും അതായത് ഓഷ്യൻ വാട്ടറുമായിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കി വളരെ കുറഞ്ഞ 0.003% മാത്രമേ എന്തുള്ളൂ ശുദ്ധജലം എന്ന് പറയാനുള്ള രീതിയിൽ നമുക്ക് റിവേഴ്സ്, ലേക്ക്, സ്ട്രീംസ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. വേരിയസ് വാട്ടർ റിസോഴ്സസ്: സീ വാട്ടർ, റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്, നാച്ചുറൽ ലേക്സ്, പോണ്ട്സ്, റിസർവോയർസ്, ഗ്രൗണ്ട് വാട്ടർ, റെയിൻ വാട്ടർ, ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ചുറ്റുപാടുള്ള വാട്ടർ റിസർവോയർസ്. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, അതായത് വാട്ടർ റിസോഴ്സുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. വാട്ടർ യൂസ്ഡ് ബൈ എവരി ലിവിങ് ഓർഗാനിസം. വാട്ടർ റിക്വയർമെൻറ്റ് ഫോർ മാൻ ഈസ് മാക്സിമം ഓൺ എർത്ത്. അതായത് മനുഷ്യനാണ് എന്ത് വാട്ടർ റിക്വയർമെൻറ്റ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. ഓക്കെ, വി യൂസ് വാട്ടർ ഫോർ ഡെയിലി ആക്ടിവിറ്റീസ് സച്ച് ആസ് ഹൗസ് ഹോൾഡ്, ഇറിഗേഷൻ, ഇൻഡസ്ട്രി. ഒരുപാട് ആവശ്യങ്ങൾക്ക് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ റിസോഴ്സുകളെ ഉപയോഗിക്കുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ഇൻക്രീസ്ഡ് വാട്ടർ ഡിമാൻഡ് ഓൺ എർത്ത്. കാരണം അത് എന്തുകൊണ്ടാണ് മനുഷ്യൻ കൂടുതൽ ഉപയോഗിക്കുമെന്ന് പറയാനും കാരണം മനുഷ്യൻ പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ്. മറ്റു സസ്യങ്ങളെക്കാളും മൃഗങ്ങളെക്കാളും ജീവികളെക്കാളും കൂടുതൽ പോപ്പുലേഷൻ ആരാണ്, മനുഷ്യനായതുകൊണ്ടാണ്. ബട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് നോട്ട് ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. പക്ഷേ എന്തില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, വാട്ടർ റിസോഴ്സുകൾ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഈ ഒരു പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുന്നില്ല. According to the UNO, average human being needed at least 50 liters of water per day for his domestic activity. അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് 50 ലിറ്റർ വെള്ളം എന്ത് വേണം ഒരു ദിവസം ഒരാൾക്ക് അയാളുടെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിന് ആവശ്യമായി വരുന്നുണ്ട്. ദിസ് യൂട്ടിലിറ്റീസ് ഈസ് ഡിഫറെൻറ്റ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അത് നഗര മേഖലയിലും നമ്മളെ ഗ്രാമീണ മേഖലയിൽ എന്താണ് അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. ഗ്രാമീണ മേഖലയിൽ അത് കുറവാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ യൂട്ടിലൈസേഷൻ എവിടെ വരുന്നുണ്ട്, നഗരമേഖലയിൽ വരുന്നുണ്ട്. ദ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ദ വാട്ടർ കൺസംഷൻ. ഓക്കെ, നമ്മൾ മോഡേൺ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ആ കൺസംഷൻ കൂട്ടാനുള്ള കാരണം. ദ റാപ്പിഡ് പേസ് ഓഫ് urbanization and industrialization increased water consumption. Okay. Flood. It is a common widespread natural disaster. It occurs due to ഫ്ലഡ്. എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം 2-3 വർഷമായിട്ട് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഉണ്ടാവും. വാട്ടർ ഫ്രം ഹെവി റെയിൻഫോൾ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഫ്ലഡിനുള്ളൊരു കാരണം തന്നെയാണല്ലോ അത്. വാട്ടർ ഫ്രം ഹെവി മഴ കൂടുതൽ കിട്ടിയത് കൊണ്ട് ഫ്ലഡ് വരാനുള്ള കാരണം. പിന്നെ സ്റ്റോംസ്, അൺഎക്സ്പെക്റ്റഡ് ലാൻഡ് സ്ലൈഡ് പറഞ്ഞാൽ എർത്ത് കൈക്ക് പോലുള്ള ഭൂമി പാളികൾ തെന്നി മാറുക എന്നുള്ളതാണ് ലാൻഡ് സ്ലൈഡ് എന്നുള്ളത്. സഡൻ റിലീസ് ബൈ ഡാം ബ്രേക്കേജ്. അതായത് ഡാമുള്ള ഡാം എന്ത് ചെയ്യുക, തകർന്ന് ഫ്ലഡ് ഉണ്ടാവുക. പീരിയോഡിക് ഫ്ലഡ് ഒക്യോസ് നാച്ചുറലി ഓൺ മെനി റിവേഴ്സ് ഫോമിങ് ആൻ ഏരിയ നോൺ ആസ് ഫ്ലഡ് പ്ലെയിൻസ്. അതായത് സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം വരുന്ന, ഇപ്പോൾ നമ്മൾ ഏകദേശം നമുക്കിവിടെ 2 വർഷം തുടർച്ചയായിട്ട് കിട്ടി. അങ്ങനെയല്ല, അതുക്കും മുകളിലായിട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷത്തിലും ഒരു 5-6 വർഷമൊക്കെ സ്ഥിരമായിട്ട് വെള്ളം വരുന്ന ഏരിയാസിന് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയും. വെള്ളപ്പൊക്ക സമതലങ്ങൾ, ഏരിയകൾ ഒക്കെ പറയും. ആസ് ദ റിവർ ക്യാരീസ് ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഡെപ്പോസിറ്റ് ഇറ്റ്സ് ദർ, ദിസ് ഏരിയ ഈസ് വെരി ഫെർട്ടൈൽ. അപ്പോൾ അത്തരം ഏരിയകൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉരുൾപൊട്ടലുണ്ടായി നിലമ്പൂർ ഭാഗത്തൊക്കെ ടൗണിലും അതിൻ്റെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി ഒരുപാട് മണ്ണ് വന്ന് അടിഞ്ഞു കയറില്ല, മണലല്ല മണ്ണ് വന്ന് അടിഞ്ഞു കയറി. അപ്പോൾ അതാണ് പറയുന്നത് ഡെപ്പോസിറ്റ് ഫെർട്ടൈൽ സോയിൽ. ഓക്കെ, അത് കൃഷിയോഗ്യ സമ്പുഷ്ടമായ നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണ് വന്ന് അടിഞ്ഞു വരുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഫ്ലഡ് ഉണ്ടാകുന്ന ഏരിയകൾ എന്ന് പറഞ്ഞാൽ. ഇമ്പാക്ട്സ് ഓഫ് ഫ്ലഡ് കോസസ് ഫിസിക്കൽ ഡാമേജ് ടു ബ്രിഡ്ജ്. അതായത് ഫ്ലഡ് കൊണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും നമ്മളെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത്. കോസ് ഓഫ് ഫിസിക്കൽ ഡാമേജ് ടു ബ്രിഡ്ജ്, ബിൽഡിംഗ്, റോഡ്വേ, കനാൽസ് എക്സെട്ര. ഓക്കെ. കണ്ടാമിനേറ്റ് വാട്ടർ സപ്ലൈ ആൻഡ് സ്പ്രെഡ്
ആൻഡ് സ്പ്രെഡ് വാട്ടർ ബോൺ ഡിസീസ്. കണ്ടാമിനേറ്റ് പറഞ്ഞാൽ നമ്മളെ ജലവിഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, ആകെ മലിനമാക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ജലജന്യ രോഗങ്ങൾ വളരെ കൂടാനുള്ള കാരണങ്ങളുണ്ടാക്കും. ഡിസ്ട്രോയ് ക്രോപ്സ് ആൻഡ് ഫുഡ് സപ്ലൈസ്, കൃഷിയും മറ്റ് സമ്പത്തൊക്കെ നശിപ്പിക്കും. ഡിസ്ട്രോയ് ട്രാൻസ്പോർട്ട്സ് ലിങ്ക്സ്, കോസസ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഡ്യൂ ടു ടെമ്പററി ഡിക്ലൈൻ ഇൻ ടൂറിസം, റീബിൽഡിങ് കോസ്റ്റ്, ഫുഡ് ഷോർട്ടേജ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്ന സംഭവങ്ങളാണ് അല്ലേ. ഗവൺമെൻറ് ആണെങ്കിലും മറ്റാളുകളാണെങ്കിലും അത് എഫക്റ്റ് ചെയ്ത് എല്ലാവരും കേരളം മൊത്തം അനുഭവിച്ചു വരുന്ന ഒരു മൊത്തം സംഭവങ്ങളാണ് ഈ ഇമ്പാക്റ്റ് ഓഫ് ഫ്ലഡ് എന്നുള്ളത്. ലീഡിങ് ടു പ്രൈസ് ഇൻക്രീസ്, കോസ് ഓഫ് സോയിൽ എറോഷൻ, ലാൻഡ് സ്ലൈഡ്, ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ, ലൈഫ് ലോസ്, ഫിനാൻഷ്യൽ ലോസ് ഓഫ് വെജിറ്റേഷൻ. നമുക്ക് തുടർച്ചയായിട്ടൊരു വെള്ളപ്പൊക്കം എന്ന് പറയാൻ നമ്മളെ നാട്ടിൽ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ അങ്ങനെയില്ല, കാരണം ഇപ്പോൾ 2-2.5 വർഷം തുടർച്ചയായിട്ട് വന്നു എന്നല്ലാതെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വെള്ളപ്പൊക്ക ഏരിയ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇതിൻ്റെ പല ഇമ്പാക്റ്റുകളും ഇന്ന് നമ്മൾ എന്തുണ്ട്, വെള്ളപ്പൊക്കത്തിൻ്റെ ഇമ്പാക്റ്റുകൾ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്രോട്ട്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡ്രോട്ട് എന്താണെന്നുള്ളത് അറിയാം. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച. എ ഡ്രോട്ട് ഈസ് ആൻ ഇവൻറ്റ് ഓഫ് പ്രൊലോങ്ഡ് ഷോർട്ടേജ് ഇൻ ദ വാട്ടർ സപ്ലൈ, വെദർ അറ്റ്മോസ്ഫിയറിക്, സർഫസ് വാട്ടർ ഓർ ഗ്രൗണ്ട് വാട്ടർ. എ ഡ്രോട്ട് ക്യാൻ ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അതിശക്തമായ വെള്ളത്തിൻ്റെ ലഭ്യത കുറയാണ്. വെള്ളം എന്നുള്ളത് എർത്ത് സർഫസിലും ഇല്ല, ഗ്രൗണ്ട് വാട്ടറും രണ്ടായിട്ടും എന്ത് ചെയ്യുക, വെള്ള ലഭ്യത ഇല്ലാതാവാം. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോട്ട് എന്നുള്ളത് നമുക്ക് ശക്തമായിട്ടുള്ള ഡ്രോട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെന്ന് പറയാനുണ്ടെങ്കിൽ അത് ആഫ്രിക്കൻ മേഖലയിലാണ്. കാരണം മഴ എന്നുള്ള ഒരു സംഭവം വളരെ വർഷത്തിലോ അല്ലെങ്കിൽ ഇത്ര വർഷം കൂടുമ്പോഴോ ഉണ്ടാകുന്ന മഴ എന്നല്ലാതെ വേറെ ഒരു അങ്ങനെ എന്ത് ചെയ്യും, വേറെ ഒരു ലഭ്യത, വെള്ളത്തിൻ്റെ ലഭ്യത ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വാട്ടർ റിസോഴ്സസുകൾ എന്ത് ചെയ്യും, ഇല്ലാതാവും. അതുപോലെ തന്നെ നമ്മളെ കൾട്ടിവേഷൻസ്, കൃഷി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോൾ അതും എന്താണ്, ഈ ഒരു വെള്ളം ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫ്ലഡ് വെള്ളം കൂടിയാലുണ്ടാവുന്നുണ്ട്, വെള്ളം അമിതമായാൽ ഇത് ജലസമ്പത്ത് ഇല്ലാതാവുമ്പോഴുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ത്, ഡ്രോട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മളെ നാട്ടിലുള്ള കാലാവസ്ഥയിൽ വരൾച്ച എന്നൊക്കെ പറയും. പക്ഷേ നമ്മളിവിടെ വരൾച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ, ഒരു 3-4 മാസങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ കേരളത്തിലുള്ള ഭൂപ്രകൃതി അനുസരിച്ചുള്ള ഗ്രൗണ്ട് വാട്ടർ നമുക്ക് അത്ര തന്നെ നഷ്ടപ്പെടുന്നില്ല. എർത്ത് സർഫസിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാസങ്ങളിൽ ചൂട് കൂടിയതുകൊണ്ട് നമുക്ക് പുഴകളൊക്കെ വറ്റണ്, അങ്ങനെയുള്ള ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളത് നമുക്ക് എന്തുണ്ട്, ഒരു ഇത്ര പെർസെൻറ്റേജ് അതെപ്പോഴും അവിടെ ഉണ്ടാവും. കാരണം അത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞ് ഉടനെ എന്ത് ചെയ്യും, മഴ തുടങ്ങും. അത് വേഗം എന്ത് ചെയ്യും, റീഫില്ല് ചെയ്ത് വരും. അപ്പോൾ ഡ്രോട്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ എത്ര മാസങ്ങൾ അല്ലെങ്കിൽ ഇയേഴ്സ് അത് നിലനിൽക്കുകയാണ്. അതിനെയാണ് നമ്മൾ പക്ക ഡ്രോട്ട് എന്ന് പറയുന്നത്. കോസ് ഓഫ് ഡ്രോട്ട് വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു തൊട്ട് മുന്നുള്ള ഏതാനും വർഷങ്ങൾ ഇതിൻ്റെ ചൂടും നമുക്ക് കിട്ടിയ മഴയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡ്രോട്ട് വരാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഫസ്റ്റ് വൺ, ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. കാരണം നമ്മൾ ഡിഫോറസ്റ്റേഷൻ്റെ അവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, വനസമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വനമേഖല എന്നുള്ളത് നമ്മളൊരു വാട്ടർ സ്റ്റോറേജ് ടാങ്കാണ്. ശരിക്ക് ഒരുപാട് ഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കണ വലിയൊരു ഏരിയ ആണ് വനമേഖല, വനസമ്പത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ മരങ്ങളും മറ്റും
വെട്ടി മാറ്റി ഇപ്പോൾ കൾട്ടിവേഷനും ഫാമിങ്ങിനും ഒക്കെ ഉപയോഗിച്ച് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ള ജലസമ്പത്ത് എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സെക്കൻഡ് വൺ, ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ആഗോളതാപനം. ഇപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതൽ, അപ്പോൾ അത് ജ്വലനം കാരണം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും കൂടുക, വാഹനങ്ങളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, ഇങ്ങനെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണം. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചൂട് കൂടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ എർത്ത് സർഫസിലുള്ള ജലസമ്പത്തൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണമാവും ഗ്ലോബൽ വാർമിംഗ്. പിന്നെ സോയിൽ എറോഷൻ. ഇപ്പോൾ ഡിഫോറസ്റ്റേഷൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാനുള്ള ഒന്ന് തന്നെയാണ് എന്ത്, സോയിൽ എറോഷൻ എന്നുള്ളത്, മണ്ണൊലിപ്പ്. അപ്പോൾ മരങ്ങൾ, വനമേഖലയിൽ മരങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള മണ്ണ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇല്ലാതായി പോവും, ഒലിച്ചു പോവും. അപ്പോൾ അവിടെയുള്ള ജലസമ്പത്തും മറ്റുമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഓവർ ഫാമിംഗ്, എക്സസീവ് ഇറിഗേഷൻ എക്സെട്ര. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ് എല്ലാ ഡ്രോട്ടിനുള്ള എല്ലാ കാരണങ്ങളിലും വരുന്നത്. മെയിൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. അത് ഓവർ ഫാമിംഗ്, എക്സസീവ് ഇറിഗേഷൻ. ഓക്കെ, ഓവർ ഫാമിംഗ് പറയുമ്പോൾ വനമേഖലയും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഫാമിംഗ് കാര്യങ്ങൾ നടത്തുക. എക്സസീവ് ഇറിഗേഷൻ, അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതൊക്കെ ഡ്രോട്ട് വരാനുള്ള കാരണമാണ്. ഇപ്പോൾ ഇത് സെൻറ്റൻസ് ഫുള്ളായിട്ട് തന്നെ. ഇമ്പാക്റ്റ് ഓഫ് ഡ്രോട്ട്. അപ്പോൾ ഡ്രോട്ട് കൊണ്ടുള്ള ഇമ്പാക്റ്റ്, ഇത് അത്രയും ഷോർട്ടായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അത് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്കോ സിസ്റ്റം തന്നെ ഡ്രോട്ട് കാരണം നഷ്ടപ്പെടും. കാരണം വനമേഖലയില്ല, അതായത് ജലസമ്പത്തും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള സസ്യ ജന്തു വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, വംശനാശം സംഭവിച്ചു പോകും. ഓക്കെ, അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി മറ്റൊക്കെ എന്ത് ചെയ്യും, ജലം ഇല്ലാഞ്ഞാൽ പിന്നെ കൃഷിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ നമുക്ക് അത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനോ കഴിയില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഹെൽത്ത്, ആരോഗ്യ പ്രശ്നങ്ങൾ, പോഷകാഹാരങ്ങളും മറ്റൊന്നും നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഹെൽത്തിനെ ബാധിക്കും. എക്കണോമിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോഷ്യൽ കോൺസിക്വൻസസ്, സാമൂഹികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഡ്രോട്ട് ക്യാൻ റെഡ്യൂസ് വാട്ടർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. വാട്ടർ എന്നുള്ള, വെള്ളം എന്നുള്ള ഒരു സമ്പത്തിനെ എന്ത് ചെയ്യും, നമുക്ക് കുറക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടുത്താൻ ഡ്രോട്ട് കാരണമാകും. വേരിയസ് കോൺസിക്വൻസസ്. ഡ്രോട്ട് മൂലം ഉണ്ടാകുന്ന മറ്റു പരിണത ഫലങ്ങളാണ്. ഒന്ന് ഡെസേർട്ടിഫിക്കേഷൻ. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുഭൂമി. അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലാൻഡ്, ഒരു ഇത്ര ഏരിയ, ഒരു വനമേഖല അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു ഏരിയ എന്ത് ചെയ്യുക, അതൊരു മരുഭൂമി സമാനമായിട്ടുള്ള ഏരിയയിലേക്ക് മാറുക. അത് ഡ്രോട്ട് കൊണ്ടുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റാണ്, ഒരു കോൺസിക്വൻസാണ്. അതായത് അവിടെ ഇപ്പോൾ ഒരു നദിയോ, ഇതിപ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നമുക്ക് പല റിപ്പോർട്ടുകളും കാണാം. അതായത് രാജസ്ഥാൻ മേഖലയിലൊക്കെ നദികൾ ഇല്ലാതായ കേസുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു നദി എന്നുള്ള ഒരു നദിയെ ആശ്രയിച്ച് ചിലപ്പോൾ ഗ്രാമങ്ങളുണ്ടാവും, ഒരു സംസ്കാരം തന്നെ ഉണ്ടാവും. അപ്പോൾ പുരാതന സംസ്കാര ശിലായുഗത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, പല നദികൾ അപ്രത്യക്ഷമായതോടുകൂടി ഒരു സംസ്കാരം തന്നെ, പല സംസ്കാരങ്ങളും ഇല്ലാതായ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നദികൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പിന്നെ ഒരു മരുഭൂമി സമാനമായ മേഖലയാവും, പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് എൻ ഏരിയ ബിക്കം ലെസ് കേപ്പബിൾ ഓഫ് റിട്ടൈനിങ് വെജിറ്റേഷൻ ആൻഡ് പ്രോഗ്രസസ് ടുവാർഡ്സ് ബിക്കമിങ് എ ഡെസേർട്ട്. ഇറ്റ് വിൽ ബ്രിങ് ചേഞ്ചസ് ഇൻ റെയിൻഫോൾ. അത് റെയിൻഫോൾ ടെമ്പറേച്ചർ. അപ്പോൾ അത് അങ്ങനെ വരാനുള്ള കാരണം മഴ, ബാക്കിയുള്ള മഴ, ടെമ്പറേച്ചർ, വിൻഡ്, ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ വരുന്നതും അവിടെ ഡ്രോട്ട് വരാനുള്ള കാരണം. അടുത്ത് ഫാമിൻ. ഫാമിൻ എന്നല്ല നമ്മൾ ക്ഷാമം. ഓക്കെ,
ക്ഷാമം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, ഫുഡ് കിട്ടില്ല, അങ്ങനെയുള്ള ക്ഷാമം ഉണ്ടാവും. അപ്പോൾ കാറ്റസ്ട്രോഫിക് ഫുഡ് ഷോർട്ടേജ് അഫക്റ്റിംഗ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ദിസ് മേ കോസ് ഗ്രേറ്റ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ടു ലെസ് എഫക്റ്റഡ് ഏരിയാസ്. അപ്പോൾ നമ്മൾ മുകളിൽ ഡെസേർട്ടിഫിക്കേഷൻ, അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ കാരണം കൊണ്ട് ഒരു സംസ്കാരം, അതായത് ഒരു ഗ്രാമത്തെ തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ, അവിടെ ക്ഷാമം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും, അത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തും അല്ലേ. അപ്പോൾ ഇന്ന് ലോകത്ത് ഇപ്പോൾ നമ്മളെ ഈ ഒരു ചുറ്റുവട്ടത്തൊന്നും ഇത്തരം ഈ ഒരു മൈഗ്രേഷൻ നടക്കേണ്ട അവസ്ഥകളിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പല നാടുകളിലും ഈ ഒരു അവസ്ഥ എന്തുണ്ട്, ഇന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ന്യൂസിലായിട്ടും യൂട്യൂബിലൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അവസ്ഥകൾ നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഡസ്റ്റ് സ്റ്റോം. അപ്പോൾ പൊടിക്കാറ്റ്, ഷോർട്ടേജ് ഓഫ് വാട്ടർ ഓഫ് ഇൻഡസ്ട്രിയൽ യൂസസ് ആൾസോ, വൈൽഡ് ഫയർ, വാർ ഒക്യൂസ് നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡിങ് വാട്ടർ ആൻഡ് ഫുഡ്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് പറഞ്ഞാൽ അതങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഈ ഒരു ഡ്രോട്ട് എന്നുള്ളത് അത് അവസാനം എന്ത് ചെയ്യും, മൈഗ്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരെ എന്ത് ചെയ്യും, എത്തിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ. അപ്പോൾ പഴമക്കാരൊക്കെ പറയലുണ്ട്, ഇന്നും പല ആളുകളും പറയുന്നുണ്ട്, പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്, ഭാവിയിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിനാവും, വെള്ളത്തിനാവും വെള്ളത്തിനും വേണ്ടിയിട്ടുള്ള ശുദ്ധജലം കിട്ടാനുള്ള യുദ്ധമാവും, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊരു കേസ് സ്റ്റഡിയാണ്. അതായത് നമ്മൾ ഡിഫോറസ്റ്റേഷൻ്റെ കേസ് സ്റ്റഡി പറഞ്ഞ പോലെ വാട്ടറിൻ്റെ ബേസിലുള്ള കേസ് സ്റ്റഡി ഇന്ന് നമ്മളെ ലോകത്ത് നല്ല ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ എന്നുള്ളതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് ഫറാക്ക ബാരേജ് അക്രോസ് ഗംഗ ബൈ ഇന്ത്യ വാസ് ദ റീസൺ ഫോർ ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഫറാക്ക ബാരേജ് എന്നുള്ള ഒരു ഡാം, ഒരു റിസർവോയർ സെറ്റപ്പ് ഇവിടെ ഉണ്ട്, കൊൽക്കത്ത ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ കൊൽക്കത്ത പോർട്ട് ഈ ഗംഗ റിവർ നിറഞ്ഞ് പോർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്ത് ഈ ഫറാക്ക ബാരേജ് എന്നുള്ളത്. പക്ഷേ ഇത് എന്തായി, പിന്നീട് ഏകദേശം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ഒരു ഡാം വരുന്നത്. അപ്പോൾ ഇത് എന്തായി, ജലലഭ്യത ബംഗ്ലാദേശിനെ ബാധിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയം UN-ലും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ അതാണ് ഫറാക്ക ബാരേജ് പ്രോബ്ലം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. സെക്കൻഡ് വൺ, ഇൻ 1992 50 people were killed in Riot in Karnataka on a court decision to allocate additional water from Kavya to Tamil Nadu. ഈ കാവേരി ടു തമിഴ്നാട്, ഈ കാവേരി നദീജല പ്രശ്നം ഇന്നും കോടതിയിൽ ഉള്ള ഒരു കേസാണ് അല്ലേ. ഇന്നും തമിഴ്നാടും കർണാടകയും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് കാവേരി നദീജല പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് 92 50 ആളുകളോളം അതിൻ്റെ പ്രശ്നങ്ങളിൽ എന്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള പ്രശ്നം ഡ്യൂ ടു എക്സസീവ് സ്റ്റോറേജ് ഇൻ ഓവർസൈസ്ഡ് അൽമത്തി ഡാം. ഓക്കെ, അപ്പോൾ ആ ഡാമിൻ്റെ പ്രശ്നത്തിൽ കർണാടക ആന്ധ്രാപ്രദേശ് തമ്മിലുള്ള പ്രശ്നം. ബിറ്റ്വീൻ മഹാരാഷ്ട്ര ആൻഡ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമ്മിലുള്ള പ്രശ്നം ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം ഓൺ റിവർ ഗോദാവരി ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ ഗോദാവരി ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള പ്രശ്നം. അതേപോലെ തന്നെ ലാസ്റ്റ് മുല്ലപ്പെരിയാർ ഡാം ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാടു റിഗാർഡിംഗ് ദ വാട്ടർ ലെവൽ ഇൻ ദ ഡാം.
അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം നമ്മൾ ഇന്നും എല്ലാ മഴക്കാലമാകുമ്പോഴും പത്രക്കാരെടുത്ത് എടുത്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണല്ലേ. ബാക്കിയെല്ലാം ഉണ്ട്, വിഷയങ്ങളും ഉണ്ട്. ഇത് നമ്മളോട് അറ്റാച്ച് ചെയ്യേണ്ട സംഭവമാണ്. മുല്ലപ്പെരിയാറിൻ്റെ വാട്ടർ ലെവല് 132 അല്ലേ, 132 അടിയായി കഴിഞ്ഞാൽ അതിന് ഇന്ന വിഷയങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അത് കുറക്കണം എന്ന് പറയും. തമിഴ്നാട് കുറച്ചും കൂടി കഴിഞ്ഞാലേ കുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ. ഓക്കെ.